ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജനുജനാർദ്ദനൻ മൂക്കുതല. ഇന്ന് ഒരു കടച്ചക്ക തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കടച്ചക്ക തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കി വന്നാലോ. കടച്ചക്കയുടെ പകുതി ഭാഗം എടുത്ത് കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പാൻ വെച്ചിട്ട് അതിലേക്കൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു 5-6 കൊച്ചുള്ളി 2 കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അരമുറി നാളികേരത്തേക്കാൾ കുറച്ച് കുറവ് നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കിത് നല്ല ബ്രൗണിഷ് കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത് ചെറിയ സ്പൂണാണ് കേട്ടോ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് കൂടെ നമുക്ക് വഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് തണുത്ത് വരട്ടെ, അതിന് ശേഷം നമുക്ക് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ അത് ഞാൻ ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച കടച്ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചാൽ നമ്മുടെ കടച്ചക്ക വെന്ത് കിട്ടുന്നതാണ്. ഇവിടെ കടച്ചക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിക്നെസ് നോക്കിയിട്ട് ആവശ്യമുള്ള വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ടൊരു 6-7 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം. 7 മിനിറ്റിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കടച്ചക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിടണം. ഇറക്കാൻ നേരത്തെ ഒരു 3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും. അതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/4 സ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, 12 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആയാൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കടച്ചക്ക കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ സുന്ദരമായിട്ടുള്ള കടച്ചക്ക തീയൽ ഇവിടെ റെഡിയായി. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.